നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ തിരുമൂലർ സിദ്ധർപീഠം ശിവരാജയോഗി സംസാരിക്കുന്നു. ഇപ്പോൾ ചന്ദ്രമംഗള യോഗ എന്ന് പറയുന്നത് അസ്ട്രോളജിയിലും ഉള്ള ഒരു ആസ്പെക്റ്റാണ്. ഇത് ശിവയോഗത്തിൽ കൂടെ നമുക്ക് അത് പ്രാക്ടീസിനും കൊണ്ടുവരാം. ശിവയോഗത്തിൽ ഈ ചന്ദ്രൻ്റെ കലകൾ 16 കലകളും അങ്കാരകൻ്റെ 16 പേരുകളെയും വച്ച് അത് കൂട്ടിച്ചേർക്കുന്ന ഒരു യോഗമാണ് ചന്ദ്രമംഗള യോഗ. അപ്പോൾ ഈ നവഗ്രഹങ്ങളും മനുഷ്യൻ്റെ ആധാരങ്ങൾ കണക്കായി ഉണ്ട്. അതിന് ഉദാഹരണം സഹസ്രാരത്തിൽ ശനി, ആജ്ഞയിൽ വ്യാഴൻ, ജൂപ്പിറ്റർ, അടുത്തത് വിശുദ്ധിയിൽ ചൊവ്വായ്, അത് അനാഗത്തിൽ സൂര്യൻ, മണിപൂരകം ശുക്രൻ, സ്വാധിഷ്ഠാനത്തിൽ ബുധൻ, മൂലാധാരത്തിൽ ചന്ദ്രൻ. ഇങ്ങനെ നവഗ്രഹങ്ങളും ആധാരങ്ങളോട് കണക്റ്റായിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ വിശുദ്ധിയിൽ 16 ചന്ദ്രകലകൾ, വിശുദ്ധിയിലുള്ള 16 കലകളൊന്ന് ചന്ദ്രകലകൾ. ഈ ചന്ദ്രകലകളും വിശുദ്ധിയിൽ തന്നെ ചൊവ്വായി അതിൽ കണക്റ്റ് ആവുന്നു. അപ്പോൾ ഈ രണ്ടിടത്തേക്ക് കൂട്ടിച്ചേർക്കാം. മുദ്ര, മന്ത്രം ഇതൊക്കെ വെച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ ഈ ചന്ദ്രമംഗള യോഗ കൊണ്ട് ഒരാളിന് ഏതൊക്കെ ബെനിഫിറ്റ് ഉണ്ടോ അതൊക്കെ കിട്ടും. അത് പ്രാക്ടിക്കൽ ക്ലാസ്. അതിൽ 16 കലകളെ മിക്സ് ചെയ്യുന്ന ഒരു ഇതാണ്. 16 കലകൾ, ചന്ദ്രൻ്റെ കലകൾ അങ്ങനെയെന്ന് പറയുമ്പോൾ അമൃത, മാനത, പൂസ, ദുസ്തി, പുസ്തി, രതി, ധൃതി, ശശിനി, കൗദ്രിക, ഗാന്ധി, ജിയോധന, ശ്രീ, പ്രീതി, അങ്കോട, പൂർണ്ണാമൃത. ഇതാണ് ഈ ചന്ദ്ര പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഇതിൻ്റെ കൂടെയാണ് ഈ ചൊവ്വായുടെ ഇത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ കൺജങ്ഷൻ രണ്ടിനും ചേർന്നിട്ടുള്ള എഫക്റ്റ് കിട്ടും. രണ്ടിനും ചേർന്നിട്ടുള്ള എഫക്റ്റ് വരുമ്പോൾ ജീവിതത്തിൽ നല്ല മാറ്റമുണ്ട് ഉണ്ടാവും. ഉദാഹരണം മാർസിന് അത് വാട്ടർ, മാർസ് ഇത് മൂൺ വാട്ടർ, മാർസ് ഫയർ രണ്ടേയും കൂട്ടിച്ചേർക്കുമ്പോൾ ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. ഹെൽത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. അതായത് ഫിസിക്കൽ ബോഡി, ചൊവ്വായി അങ്കാരകം വെച്ചാൽ ഫിസിക്കൽ ബോഡിയുടെ മെൻ്റൽ ഹെൽത്ത് അത് വേറെ സെപ്പറേറ്റ്. അതിനെ മൂൺ, മാർസ് ഫിസിക്കൽ ഹെൽത്ത്. അതായത് നിങ്ങൾക്ക് ചൊവ്വായി ദോഷം എന്ന് പറയുന്നില്ല. ചൊവ്വായി ദോഷമുള്ളവർ, ചൊവ്വായി ദോഷമുള്ള വരൻ അല്ലെങ്കിൽ പെണ്ണ് എന്നെ കല്യാണം ചെയ്യണം, ഇല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് ബാധിക്കും. അപ്പോൾ രണ്ടുപേർക്കും ആ ദോഷം ഉണ്ടെങ്കിൽ അത് ക്യാൻസലാകും. അപ്പോൾ ചൊവ്വായി അത് ഫിസിക്കൽ ബോഡിയുടെ ഹെൽത്ത് അത് സംബന്ധപ്പെട്ട ഇതാണ്. അപ്പോൾ അത് അതിൽ വീഴ്ച ഉണ്ടെങ്കിൽ ഈ നമ്മുടെ ഇവിടെ ചിദംബരത്തിൻ്റെ അടുത്ത് അതിനുള്ള വൈദ്യീശ്വരൻ കോവിലിൽ പോയി ഈ ചൊവ്വാദോഷമൊക്കെ ശരി ചെയ്യുന്ന ആളുകൾ, ഭക്തന്മാരുമുണ്ട്. പക്ഷേ ഈ യോഗ ചെയ്താൽ അത് നിവൃത്തിയാവുന്നുണ്ട്. കാരണം മൂൺ ചന്ദ്രനെയും ചൊവ്വായും കൂട്ടിച്ചേർക്കുമ്പോൾ ഈ ചൊവ്വായുടെ ദോഷം ക്യാൻസലാവും. ചൊവ്വായി ദോഷം ശരിയാക്കാൻ വേണ്ടിയാണ് അവിടെ പോകുന്നത്. ഇവിടെ ഈ മൂൺ മനസ്സിനെയും കൺട്രോൾ ചെയ്യും, ദേഹത്തിൻ്റെ അസുഖത്തെയും ബാലൻസ് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ ഈ ചന്ദ്രമംഗള യോഗയിൽ ഉണ്ടാവും. അതുപോലെ എന്തെന്ന് വെച്ചാൽ ഈ ചൊവ്വ ഗ്രഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ളവർ അഗ്രസീവ് ആയിരിക്കും, വയലൻറ്റ്, അഗ്രഷൻ. പക്ഷേ മൂൺ അതിനെ കൺട്രോൾ ചെയ്യും. മൂന്നിനെ കൂട്ടിച്ചേർക്കും, മൂൺ അതിൻ്റെ കൺട്രോൾ ചെയ്യും. അത് ഒരു പാസീവ് എനർജി. അപ്പോൾ അതിൻ്റെ അഗ്രഷനെ കൺട്രോൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ ആ മനുഷ്യൻ്റെ സ്വഭാവം പ്രൊഡക്റ്റീവായി മാറും. അഗ്രസീവായിരുന്നാൽ കാര്യങ്ങൾ നടക്കില്ല. അതുപോലെ പാസീവായിരുന്നാലും കാര്യങ്ങൾ നടത്താൻ പാടാണ്. ബട്ട് പാസീവ് ആൻഡ് അഗ്രസീവ് രണ്ടും കൂട്ടിച്ചേർക്കുമ്പോൾ അത് പ്രൊഡക്റ്റീവായിട്ട് മാറും. അപ്പോൾ അവരെ കൊണ്ട് ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ബിസിനസ് ചെയ്താൽ അത് ഡെവലപ്പാകും. സർജറി ചെയ്യുന്നവർക്ക് അത് ബെനിഫിറ്റ്, മിലിറ്ററിയിൽ ജോലി ചെയ്യുന്നവർക്ക് ബെനിഫിറ്റ്, തൊഴിൽ സ്ഥാനത്തിലുള്ളവർക്കും ബെനിഫിറ്റ് ഉണ്ടാകും. അതേമാതിരി എന്തെന്ന് വെച്ചാൽ അവർ ആക്ഷൻ
അത് വന്ന് ആക്ഷൻ റിയാക്ഷൻ രണ്ട് സ്വഭാവമുണ്ട്. ആക്ഷൻ മാർസ് വന്ന് ആക്ഷൻ, ഇപ്പോൾ ചന്ദ്രൻ വന്ന് ഇത് റിയാക്ഷൻ. ആക്ഷൻ രണ്ട് റിയാക്ഷൻ ആകുമ്പോൾ അവരും അത് ഒരു ഫൈറ്റർമാതിരി ഫൈറ്റിംഗ് മോഡിൽ വരും. അതിന് എക്സാമ്പിളാണ് പരശുരാമൻ. ഈ രണ്ട് എനർജിയും ചേർന്നതാണ് പരശുരാമൻ. രണ്ടാമത് എന്തെന്ന് വെച്ചാൽ ഈ വേറെ ഒരു സ്വഭാവമുണ്ട്, ഡൊമേസൈൽ. അതായത് ഒരു സാധാരണ ഒരു സ്വഭാവമുണ്ട്, നല്ല ഹാർഡ് വർക്കിംഗ്, അത് പ്ലാനിങ്, എക്സിക്യൂഷൻ, ഇതൊക്കെ വളരും. ചന്ദ്രമംഗള യോഗ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഈ ശിവയോഗ വഴി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ സ്വഭാവവും വളരും. അപ്പോൾ അത് വന്ന് അവർ കാര്യം സാധിക്കാൻ ബുദ്ധിയെ നല്ല രീതിയിൽ യൂസ് ചെയ്യും. അതിന് ഒരു ഉദാഹരണം കൃഷ്ണന് ഈ എനർജിയാണ്, ഈ കോമ്പിനേഷനുണ്ട്, എനർജി കോമ്പിനേഷനുണ്ട്. സോ എന്തെന്ന് വെച്ചാൽ ഇവർക്ക് വന്ന് ഫൈനാൻഷ്യൽ സക്സസ് ഉണ്ടാവും. ചന്ദ്രനും ചൊവ്വയുടെ ഇത് കൺജങ്ഷൻ വരുമ്പോൾ ഫൈനാൻഷ്യൽ സക്സസ് ഉണ്ടാവും. അതേമാതിരി എന്തോന്ന് വെച്ചാൽ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ആവും. അതൊന്ന് കോൺഫിഡൻസ്, ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവും. മാർസാണ് ആ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അത് കോൺഫിഡൻസ് ലെവൽ വരുമ്പോൾ അവർ ജീവിതത്തിൽ എന്തൊക്കെയാണ് അവർ സാധിക്കണം, വിഷൻസ് ആൻഡ് ഡ്രീംസ്, ഇതിനെ വന്ന് സാധിക്കാനുള്ള അവർക്ക് എനർജി കിട്ടും, ആക്റ്റീവായിട്ടിരിക്കും ഈ കോമ്പിനേഷൻ കൊണ്ട്. അതുപോലെ എന്തെന്ന് വെച്ചാൽ ലൂണാർ എനർജി വിൽ ഗൈഡ്. അതായത് ഒരു കാര്യങ്ങളിൽ ഇപ്പോൾ മാർസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കയറി കാര്യങ്ങളിൽ ചാടിക്കളയും. അങ്ങനെ ചാടിയുമ്പോൾ ഇല്ല, അതിനെ ബ്രേക്ക് ഇട്ട് അതിനെ വന്ന് ഗൈഡ് ചെയ്യുന്ന എനർജി ഇത് വന്ന് ചന്ദ്രന് കൊണ്ട്. അപ്പോൾ ചന്ദ്രൻ പ്ലസ് ഇത് കോമ്പിനേഷൻ വരുമ്പോൾ അത് വന്ന് ഗൈഡ് ചെയ്യും. അപ്പോൾ ഇവരൊക്കെ വെല്ലിൻ മാർഷ്യൽ ആർട്സ്, ഈ കോമ്പിനേഷൻ വരുമ്പോൾ മാർഷ്യൽ ആർട്സ്, ഇപ്പോൾ ഉദാഹരണം കേരളത്തിൽ വന്ന് കളരി ഫൈറ്റ് സെൻറ്റർ നടത്തുന്നവർക്കും കളരി ഫൈറ്റ് പഠിപ്പിക്കുന്നവർക്കും ഇവർക്കൊക്കെ ഈ കോമ്പിനേഷൻ, ഈ ചന്ദ്രമംഗള കോമ്പിനേഷൻ എനർജി അത്യാവശ്യമാണ്. അതേമാതിരി സർജറി ചെയ്യുന്നവർക്കും അത്യാവശ്യമാണ്. സോ അടുത്തത് വന്ന് ഇവരുടെ ചന്ദ്രമംഗള യോഗ വന്ന് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നേരെ സ്ട്രൈറ്റ് ഫോർവേഡായിരിക്കും. സ്ട്രൈറ്റ് ഫോർവേഡ് ആൻഡ് അഗ്രസീവ് ആയിരിക്കും. നേരെ പറയും. ഈ വളച്ച് ഒളിച്ച് സംസാരിക്കുന്നത്, കണ്ണിങ് ആയിട്ട് നേരെ ഒന്ന് സംസാരിച്ച് ആൾക്കാരെ കാണാതെ വന്ന് അതൊക്കെ ഉണ്ടാവില്ല. ചന്ദ്രമംഗള യോഗ എന്നുള്ള എനർജി കോമ്പിനേഷൻ എന്ത് കാര്യങ്ങളുണ്ട് അത് നേരെ പോകുന്നുള്ള അപ്രോച്ചിലായിരിക്കും അവർ സംസാരിക്കുന്നത്. അത് വന്ന് സ്ട്രോങ് ആയിട്ട് അഗ്രസീവായിരിക്കും. രണ്ടാമത് ഈ ചന്ദ്രമംഗള യോഗ ഇത് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ കാസ്, അതായത് പൊതു കാര്യങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ ഈ കമ്മ്യൂണിസ്റ്റ് സഖാക്കളൊക്കെ എന്തോന്ന് അവർ പൊതു കാര്യങ്ങൾക്ക് വേണ്ടിയും ഫൈറ്റ് ചെയ്യും. ഏതെങ്കിലും സമുദായത്തിൽ ഒരു അനീതി വന്നാൽ കൂടെ റോട്ടിൽ ഇറങ്ങി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതേമാതിരിയുള്ള എനർജി ഇതിൽ കിട്ടും. അത് വന്ന് വലിയ പ്രോപ്പർട്ടീസ് വാങ്ങാനും വലിയ ബിസിനസ് നടത്താനുമുള്ള ലീഡിങ് റോൾ ഇതൊക്കെ ഇതിൽ ഈ ചന്ദ്രമംഗള യോഗയിൽ അത് എഫക്റ്റീവ് ആവും. ഇതൊക്കെ കൊണ്ടുവരാനുള്ള ട്രെയിനിങ്ങാണ്. ഒவ்வொரு ദിവസം അല്ലെങ്കിൽ ഒറ്റ ദിവസത്തിൽ ഫുൾ ഡേ ചെയ്യുക, അല്ലെങ്കിൽ ഡെയിലി 1 hour into 16 days ക്ലാസ് നടത്തുന്നുണ്ട്. ഈ ക്ലാസ്സിൽ കൂടെ അവരുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാകും. ഇത് വെറും ആസനം പ്രാണായാമം മാതിരിയല്ല, ലൈഫിൽ ഇമ്മീഡിയറ്റ് ചേഞ്ച് കൊണ്ടുവരുന്ന യോഗയാണ് ചന്ദ്രമംഗള യോഗ. ഇത് വേണമെന്നുള്ളവർ, പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.